ഒരു ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വീട് പണിയുന്ന പോലെ തന്നെ അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലോട്ട് ഈ സ്റ്റുഡിയോനെ എൻഹാൻസ് ചെയ്ത് തന്നതിൽ സ്പേസ് സ്റ്റൈൽ ഡിസൈൻ സ്റ്റുഡിയോന് എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. ഹായ്, മൈസെൽഫ് നാസിഫ്. ഞാനൊരു കൊറിയോഗ്രാഫറാണ്, അറ്റ് ദ സെയിം ടൈം ഒരു ഡാൻസ് സ്റ്റുഡിയോ ഓണറാണ്. ഞാൻ 7 years ആയിട്ട് ഡാൻസ് സ്റ്റുഡിയോ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡിയോനെ ഒന്നും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റീലോഞ്ച് ചെയ്യണം അല്ലെങ്കിൽ റീ ഓപ്പൺ ചെയ്യണം ഒരു പ്ലാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മെൽബിനാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് സ്പേസ് സ്റ്റൈൽ ഡിസൈൻ സ്റ്റുഡിയോസിനെ പറ്റി. ഞാൻ ഇനീഷ്യലി അവരെ മീറ്റ് ചെയ്തു. ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇവരാണ് ചെയ്യേണ്ടതെന്നുള്ള. കാരണം എനിക്ക് വേണ്ട റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കേപ്പബിലിറ്റീസും ഉള്ള ഒരു ടീമായിട്ടാണ് എനിക്ക് അവർ ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ജോജോ ചേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ ഹൂ ഡിസൈൻ ദി സ്റ്റുഡിയോ, പുള്ളിയാണ് നമുക്ക് ഇങ്ങനത്തെ സജഷൻസും കാര്യങ്ങളും ഇത് എങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, ഇതിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ ഞാൻ പറയുന്നതിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ഡിവൈഡ് ചെയ്ത് തന്നത്. അങ്ങനെ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റിലായിരുന്നു ഇനീഷ്യലി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഇങ്ങനെയൊക്കെ വരാം എന്നുള്ളൊരു വ്യക്തമായൊരു ക്ലാരിറ്റിയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇനീഷ്യലി വേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റുഡിയോൻ്റെ ആംബിയൻസും, അതായത് നമുക്കൊരു ഇൻഡസ്ട്രിയൽ ഫീലിംഗ് തോന്നുന്ന ഒരു സ്റ്റുഡിയോ സ്പേസും അറ്റ് ദ സെയിം ടൈം നമുക്ക് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള എസ്തെറ്റിക്സ് ഉള്ള ഒരു ലോഞ്ചും ഓഫീസ് സ്പേസും ആയിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മുടെ കമ്മിങ് മീറ്റിംഗ്സിൽ നമുക്ക് വേണ്ട ഐഡിയാസിന് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു 3D മോഡലിംഗ് അവർ എനിക്ക് പ്രിപ്പയർ ചെയ്ത് തന്നു. ഞാനതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ആയിരിക്കും ഈ സ്റ്റുഡിയോ എന്നുള്ള വ്യക്തമായൊരു ക്ലാരിറ്റി തന്നതിന് ശേഷമാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എങ്ങനെയാണിത് ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് വേണ്ട സജഷൻസ് അതിലോട്ട് പറയാനാണെങ്കിലും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരാണ് ഇവർ. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ ആഗ്രഹിക്കുന്നതിലും നന്നായിട്ട് കിട്ടുക എന്ന് പറയുന്നതാണല്ലോ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 200% സാറ്റിസ്ഫൈഡ് ആണ് ഇവരുടെ സർവീസിൽ. ഇവരുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവരുടെ വർക്ക് ക്വാളിറ്റി ആണെങ്കിലും ഞാൻ പറഞ്ഞ ഒരു ടൈം ലൈനിൽ തീർത്ത് തരാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണെങ്കിലും ഞാൻ 200% സാറ്റിസ്ഫൈഡ് ആണ്. ഇനീഷ്യലി ഇവരെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് സാധാരണ ഡാൻസ് സ്റ്റുഡിയോസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോ വാൾ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റുഡിയോ പർപ്പസിന് വേണ്ടിയുള്ള മൾട്ടി പർപ്പസ് ഉള്ള ഒരു വാളിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അത് കുറെ ഐഡിയാസ് ഇങ്ങനെ സംസാരിച്ച് ഫൈനലി നമ്മൾ നിങ്ങളുടെ ഹൈലൈറ്റ്സിൽ കണ്ട പോലെ ഒരു വളരെ മികച്ച RGB ലൈറ്റിങ്ങോട് കൂടിയ ഭയങ്കര എസ്തെറ്റിക്സ് ഉള്ള ഒരു വീഡിയോ വാളാണ്. ഹൈ ക്വാളിറ്റി ലെവലിൽ അതും നമുക്ക് പുറത്തുനിന്ന് ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാൾ ഇവർ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഈ ഐഡിയനെ ആക്ച്വലൈസ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ ലക്ഷ്യം. അതിന് 100% ഇവർ ഫുള്ളി ക്വാളിറ്റി വർക്കിലൂടെ നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്തു തരാൻ പറ്റുകൊണ്ട് തന്നെ എനിക്ക് പഴയ സ്റ്റുഡിയോയിലും പുതിയൊരു സ്റ്റുഡിയോയിലേക്ക് മാറാനുള്ള ടൈം ഗ്യാപ്പ് കൂടുതലായിട്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കലി പോസിബിൾ ആയി. ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വീട് പണിയുന്ന പോലെ തന്നെ അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ നമ്മൾ എന്താണ് എന്നുള്ളത് അതിൽ ഉറപ്പായിട്ടും വേണം. അപ്പൊ നമ്മളുടെ ക്യാരക്ടർ ആ സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ അതിന് ഒരു രീതിയിലും അതിലൊരു വീഴ്ച വരുത്താതെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലോട്ട് ഈ സ്റ്റുഡിയോനെ എൻഹാൻസ് ചെയ്ത് തന്നതിൽ സ്പേസ് സ്റ്റൈൽ ഡിസൈൻ സ്റ്റുഡിയോന് എനിക്ക് എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിന്റെ ഡിസൈനിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈനിനെ പറ്റിയോ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനെ പറ്റിയുള്ള ഒരു സെർച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും യോജിച്ച ഒരു സ്ഥലം തന്നെയാണ് സ്പേസ് സ്റ്റൈൽ ഡിസൈൻ സ്റ്റുഡിയോസ്. കാരണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനെ ആക്ച്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രൈം മോട്ടീവ്. അതല്ലാതെ അവർക്ക് എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത് ഭയങ്കര സെക്കൻഡറി ആയിട്ടാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മളുടെ നിലകൊള്ളുന്ന സ്റ്റുഡിയോസ് ആണെങ്കിലും വീടുകളാണെങ്കിലും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് വിശ്വസ്തയോടെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സ്പേസ് സ്റ്റൈൽ ഡിസൈൻ സ്റ്റുഡിയോസ്. താങ്ക് യു.